ഒരു മിനിറ്റ് പിതാവേ, ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ തിരയത്താൽ ഞാൻ മുതലായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ കർത്താവിന്റെ കൃപയിലേക്ക് ഒരാളെ കറവ് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. ദൈവരാജ്യം വളരുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. ജനലക്ഷങ്ങൾ കർത്താവിനെ അറിയാനുള്ള കൃപ ഞാൻ കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ആർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദിസ് സെഷൻ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും അനുഗ്രഹിക്കും. ഇത് കഴിഞ്ഞിട്ട് ചർച്ച് സർവീസ് ഉണ്ട്, ഫിസിക്കൽ ചർച്ച് സർവീസ്. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് സംസാരിക്കുന്നത് ഹൗ വി ക്യാൻ ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. സാത്താന്യ ശക്തികളുടെ പ്രവർത്തനം നമുക്ക് എങ്ങനെ തകർക്കാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ സാത്താന്യ ശക്തിയുടെ പ്രവർത്തനം നമുക്ക് എങ്ങനെ തകർക്കാനായിട്ട്. അതാണ് ഇന്നത്തെ വചനം സംസാരിക്കായിരിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, ഇത് പാട്ടിത്തിരിയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിന്റെ പുറകിൽ ഡിമോണിക് സ്പിരിറ്റ് ഉണ്ട്, അതിന്റെ പുറകിൽ സാത്താന്യ പ്രവർത്തനങ്ങളുണ്ട്, അതിന്റെ പുറകിൽ അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങളുണ്ട്. ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ബുദ്ധിമുട്ടുണ്ടായാലും, കഷ്ടത ഉണ്ടായാലും, അസുഖങ്ങളുണ്ടായാലും, സാമ്പത്തിക മേഖല തകർന്നാലും, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ആരോഗ്യ മേഖല തകർന്നാലും, ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ അതിന്റെ പുറകിൽ ഒരു ഡിമോണിക് സ്പിരിറ്റ് ഉണ്ട്, അതിന്റെ പുറകിൽ സാത്താന്യ ശക്തികളുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തകർക്കാനായിട്ട് പറ്റും, അതിനെക്കുറിച്ചാണ് ഇന്ന് അല്പം സംസാരിച്ചിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. അതിൽ ഒന്നാമത് നമുക്കറിയാം, കുറച്ച് സ്റ്റെപ്പുകൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈസ് ലോർഡ്, ഫൈറ്റ് വിത്ത് ഗോഡ്സ് വേർഡ്. കർത്താവിന്റെ വചനം ഉപയോഗിച്ച് സാന്താന്യ ശക്തികളെ വചനം പറഞ്ഞ് നമ്മൾ പുറത്താക്കണം. പ്രൈസ് ലോർഡ്. നമ്മൾ വചനം പറയുമ്പോൾ അന്ധകാര ആത്മീയ മണ്ഡലത്തിൽ കർത്താവ് പറഞ്ഞ വചനം, പ്രൈസ് ലോർഡ്, അത് ക്രിയ ചെയ്യപ്പെടുകയാണ്. ദൈവവചനം നമ്മൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫൈറ്റ് വിത്ത് ഗോഡ്സ് വേർഡ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞത്. പത്രോസ് പറഞ്ഞ, ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമമുള്ളൂ, അത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ആ നാമത്തിന്റെ ശക്തിയാലാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തില് നമുക്കറിയാം, 3-ാം അധ്യായത്തില് ജന്മന ഏറ്റു നടക്കാൻ പറ്റത്തില്ലാത്തൊരു വ്യക്തി ആ ജെറുസലേം ടെമ്പിളിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ പത്രോസും യോഹന്നാനും ശിഷ്യന്മാരെല്ലാം പത്രോസിന്റെ നേതൃത്വം, പത്രോസ് പറഞ്ഞു, നസ്രായനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടന്നു. യേശുവിന്റെ നാമം പ്രഘോഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു. ഇന്നും യേശു നാമത്തിന് ശക്തിയുണ്ട്. യേശു നാമത്തിന് നമുക്കറിയാം ഭയങ്കര ശക്തിയുള്ള നാമമാണ് യേശുവിന്റെ നാമം. അപ്പോൾ ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നവർ എത്രമാത്രം ആൾക്കാർ പിന്നെ തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളാണ്. യേശുവിന്റെ നമുക്ക് കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മനുഷ്യർ വേണം, സാത്താന് പ്രവർത്തിക്കുന്ന മനുഷ്യർ വേണം. പ്രൈസ് ലോർഡ്. കർത്താവിന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ വേണം. കർത്താവിന്റെ നാമം അറിഞ്ഞ ആൾക്കാർ കർത്താവിന് വേണ്ടി നിറങ്ങണം. സാത്താന് വേണ്ടി പ്രവർത്തിക്കുന്നത് കർത്താവിന്റെ നാമം ദുഷിക്കുന്നവരെ സാത്താൻ ഉപയോഗിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവരെ കൊണ്ട് തകർക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദൈവ പൈതലിനെ തകർക്കാനായിട്ട് അവരുടെ വീട്ടിലുള്ളവർ തന്നെ, ജീവിത പങ്കാളി തന്നെ, പ്രൈസ് ലോർഡ്, പിള്ളേര് തന്നെ, എല്ലാവരും എഴുന്നേൽക്കും. ഒരു സൈന്യം അന്ധകാര ശക്തി അവരിൽ നിന്ന് സാത്താന്യ ശക്തി അവരിലൂടെ വന്ന് പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. പക്ഷേ ഒരു ദാവീദ് പറഞ്ഞ പോലെ, ഒരു സൈന്യം എന്റെ മേലെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം കർത്താവ് എന്റെ കൂടെയുണ്ട്. കർത്താവ് കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒരു അനർത്ഥവും സംഭവിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അന്ധകാര ശക്തികൾ നമ്മൾ പുറത്താക്കാനായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, Daniel Pastor, God bless you, Rosh. Okay, God with everybody. God bless you. Please share this gospel message. Okay, today is more these online services, Malayalam message. Okay, sometimes I'll get a translator. That time will be translated into English, right, Lord? But our Sunday church service, that is in English, right, Lord? Hallelujah. So that this section I'm taking the Malayalam. Malayalam is my mother tongue, right, Lord? So എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാര ശക്തിയിലെ
Now, I will also quote a little bit English. Okay, how we can defeat the work of the devil? That means the first step. There are a few certain steps I would like to, according to the Bible, I'm going to explain. The first step, fight with God's word. Always use the God's word. കർത്താവിന്റെ വചനം ഏത് സമയം നമ്മൾ ഉപയോഗിക്കണം. ഇതിൽ പറഞ്ഞു വെച്ചാൽ അന്താഴ്ചത്തെ തീർക്കാനായിട്ട് റോമാക്കാരുടെ ലേഖനം 16 book of Romans chapter 16 verses 20. In this Bible it says, "And the God of peace shall bruise Satan under your feet shortly." Praise the Lord. Hallelujah. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. പ്രൈസ്. അതാണ് സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ ചതച്ചു കളി നമ്മളെ വചനം ഉപയോഗിക്കണം. അങ്ങനെ ചതച്ചു കളയണേൽ എന്ത് ചെയ്യണം? നമ്മളെ ഉയർത്തേറ്റ യേശു ക്രിസ്തുവിന്റെ വചനം ഉപയോഗിക്കണം, യേശു നാമം ഉപയോഗിക്കണം. പ്രൈസ്. ഒന്നും ഒരിക്കലും ഒരു ദോഷം എനിക്ക് വരുത്തത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് കർത്താവ് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ആണിപ്പെടാൻ നമ്മൾ സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ അനുഗ്രഹത്തെ സമ്പത്തുണ്ടാകുന്നു. നമ്മൾ കർത്താവിന്റെ വചനം വാഗുകൊണ്ട് ഏറ്റു പറയണം. പ്രൈസ് ലോർഡ്. അന്ധകാശത്തിലെ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റു പറയത്തില്ല. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വചനം ഏറ്റു പറയത്തില്ല. ബൈബിൾ പിടിക്കത്തില്ല അവർ. കാരണം വെച്ചിന്റെ എങ്ങനെ ദുഷ്ടപിശാച് ബൈബിൾ പിടിക്കാൻ പറ്റത്തില്ല. നമുക്കെതിരെ കൈ ഉയർത്തുന്ന ഒരാൾക്കാരും അവർ വചനം വായിക്കത്തുമില്ല. വായിച്ചാലും വചനം ഉപയോഗിക്കുന്നു, പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഉപയോഗിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. കാരണം പിശാചാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. പ്രൈസ്. ദൈവദാസന്മാരൊക്കെ ഒരു വചനം പ്രസംഗിക്കുന്ന എതിരാളെ തകർക്കുന്ന ഒരാൾക്കാരെ എന്തെങ്കിലും പറയുന്ന ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് ലോർഡ്, അത് അന്ധകാരശക്തി അവരോട് ചെയ്യുന്നത്. അവർക്ക് വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ കർത്താവിന്റെ വചനം പറഞ്ഞ് അവരിലുള്ള കെട്ടുകൾ നമുക്ക് അഴിക്കാനായിട്ട് പറ്റും. പ്രൈസ് ലോർഡ്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞെല്ലാവരും. പ്ലീസ് we can give praise and thanks to the Lord right now. Praise the Lord. Hallelujah. God bless. ഇതിൽ പറഞ്ഞാൽ Romans chapter 16 verse 20 ഇതിൽ പറഞ്ഞ സമാധാനത്തിൽ ദൈവമോ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ വേഗത്തിൽ ചതച്ച്. ഓൾറെഡി സാത്താൻ ആയുധങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും കൊളോഷ്യൻ 2 പറഞ്ഞ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിയിലെ അന്ധകാര ശക്തിയുമേൽ ജയ ഉത്സവം കൊണ്ടാടി. കാരണം സാത്താൻ ആയുധമില്ല. പിന്നീട് നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ ഇപ്പോഴും നമ്മൾ അന്ധകാരശക്തി എന്തുകൊണ്ടാണ് നമ്മളെയൊക്കെ ആക്രമിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൽ നമ്മൾ റൂട്ടായിട്ടില്ല, വചനത്തിൽ വളർന്നിട്ടില്ല, വചനം നമ്മൾ വാഗുകൊണ്ട് പറയുന്നില്ല, വചനത്തിൽ നമ്മൾ സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ഒരൊറ്റക്കാരൻ അങ്ങനെ നമ്മുടെ അജ്ഞതയെ അന്ധകാര ശക്തിയിൽ മുതലെടുക്കും, നമ്മുടെ അജ്ഞതയെ സാത്താനി ശക്തിയിൽ മുതലെടുക്കും. അതുകൊണ്ട് തന്നെയാണ് അനേകം ആൾക്കാർ ഇന്ന് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഈ അസുഖത്തിലും അതേപോലെ തന്നെ പല രീതിയിലുള്ള കർത്താവ് തന്ന അനുഗ്രഹങ്ങളൊന്നും അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. പ്രൈസ് ലോർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയൊരു അന്ധകാര ശക്തിയെ കുടുക്കി കിടക്കുകയാണ്. ഒരേ ഒരു വഴിയുള്ള അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കർത്താവിന്റെ വചനം വായിക്കണം. ഒരേ ഒരു വഴിയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പുറത്തു വരുവാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് മാനേജ് ചെയ്ത് പുറത്തു പോകാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. കർത്താവിന്റെ വചനം വായിക്കണം, വചനം ഡിക്ലെയർ ചെയ്യണം. മറ്റുള്ളവർക്കെതിരെ ഒന്നും പറയാനായിട്ട് പോകരുത്. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം ചെയ്ത് ദൈവനാമമാത്രത്തിന് വേണ്ടി നിങ്ങൾ പോകണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞെല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വളരെ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു മിനിറ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം അറിയാനായിട്ട് ഇടവരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനേകം ആൾക്കാർ ദൈവത്തെ അറിയാനായിട്ട് ഇടവരും. നമ്മൾ ഒരു ഷെയറിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ചിലപ്പോൾ ഇന്ന് മരണത്തിലിരിക്കുന്ന ഒരാള് കർത്താവിന്റെ വചനം കേട്ട് അത് വഴിയായിട്ട് പുറത്താവ് അവർക്ക് മാനസാന്തരം കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇടവരും. അനേകം ആൾക്കാർ ഇപ്പൊ അസുഖത്തിലിരിക്കുന്ന ആൾക്കാർ രോഗസൗഖ്യങ്ങൾ കിട്ടും. ഒന്നാമത്തെ കാര്യം സാത്താനെ പുറത്താക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ വചനം ഉപയോഗിക്കണം. രണ്ടാമത്തെ അപ്പൊ കർത്താവിന്റെ വചനം പറയുന്നു. കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? 1 യോഹന്നാൻ 2 3 വാക്യം 1 യോഹന്നാൻ 1 John chapter 2 verses 20 പറയുന്നു, and you have an anointing from the Holy One and you know all things. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയും. ഈ ഒരു തിരിച്ചുള്ള നമ്മൾ അഭിഷേകം പ്രാപിച്ച ജനമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുവെങ്കിൽ ദൈവാത്മാവിനാൽ ദൈവത്താൽ നമ്മൾ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. പ്രൈസ് ലോർഡ്. സാത്താന്റെ മേലെ നമുക്ക് അധികാരം കർത്താവ് തന്നിരിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അന്ധകാരശക്തിയിൽ കണ്ണൂരിട്ടുമ്പോൾ നമ്മളെ വീട്ടുകാർ വഴിയും നാട്ടുകാർ വഴിയായിട്ടും കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ കണ്ണൂരിട്ടും വിട്ടുപോകേണ്ട ആൾക്കാരല്ല നമ്മൾ. കണ്ണൂരിട്ടുമ്പോൾ പ്രൈസ് ധീരതയോടുകൂടി കർത്താവിന്റെ വചനത്തിൽ നിലനിന്ന് കർത്താവിന്റെ വചനം ഉപയോഗിച്ച് അന്ധകാരശക്തിയുടെ പ്രവർത്തനത്തെ
തകർക്കുന്ന ഒരു അഭിഷേകത്തിൽ ആണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാ ജെറമ്യയോട് പറയുന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ജാതികൾക്ക് പ്രവാചകനായിട്ട് എന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് മറ്റുള്ളവരോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്തും ജെറമ്യയോട് പറയുന്നത് ഞാൻ പറയുന്നത് വാട്ട് എവർ ഐ എം കമാൻഡിങ് യു ഹാവ് ടു ഗോ ആൻഡ് പ്രീച്ച് ദം, യു ഹാവ് ടു ഗോ ആൻഡ് സേ ദം, യു ഡു നോട്ട് ഫിയർ ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കർത്താവ് ജോഷിയോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോശയോട് എന്ന പോലെ തന്നെ നിന്നോട് ജോഷിയോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ ഒരു നാൾ നിങ്ങളെ കൈവിടത്തുമല്ല ഉപേക്ഷിക്കത്തുമല്ല. ദീസ് ഈസ് എ പ്രോമിസ് വേർഡ്സ്. പ്രോമിസ് വേർഡ്സ് കനോട്ട് ബി ചേഞ്ച്. അങ്ങനെ കർത്താവ് നമുക്കൊരു ഒരു വാക്തത്വ വചനം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ബുദ്ധിമുട്ടുന്നത്? നമ്മളെ പകയ്ക്കുന്ന സങ്കീർത്തന പുസ്തകം പറയുന്നത്, നമ്മുടെ ശത്രുക്കളെ കണ്ട് നമ്മളെ കണ്ണിൽ രസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവരെ തകർച്ച നമ്മുടെ ചെവികൾ കേൾക്കാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ ഭാരപ്പെടുന്നത്? ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഭാരപ്പെട്ടു എന്ന് വിചാരിച്ച് നമുക്ക് കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സോർട്ട് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ആയുസിന്റെ ഒരു ദിവസം നീട്ടാനായിട്ട് പറ്റും? പറ്റത്തില്ലാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തിനു നമ്മൾ വ്യാകുലപ്പെടും? എന്തിനു നമ്മൾ ആകുലപ്പെടും? എങ്കിലും നമ്മൾ നിരാശപ്പെടുത്തും? നോ, യു ഷുഡ് നോട്ട് വറി എനിത്തിങ് അബൌട്ട്, യു ഷുഡ് നോട്ട് ഗെറ്റ് വറി, you should not feel any of the that worries in your heart, right? What you have to do, always you have to put your trust in God. We have to put your trust in God. What is a trust? Our God will never leave me nor forsake me. Our God is my helper. Praise the Lord. Hallelujah. This God will help me in all the days of my life. അത് നമ്മൾ പറയണം. അപ്പൊ നമ്മൾ വാഗോട്ട് തുറന്ന് പറയണം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ കർത്താവ് നമുക്ക് കർത്താവിന്റെ വചനം ഡിക്ലെയർ ചെയ്യും. കർത്താവിന്റെ പ്രോമിസ് വേർഡ്സ്, കർത്താവിന്റെ വാഗ്ദത്ത വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന കാര്യം നമ്മൾ മുൻകൂട്ടി ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗസ്നായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്കത് ഗ്രാന്റ് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം പറയണം. അപ്പൊ പൗലോസും ശീലാസും നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമുക്കറിയാം. അപ്പോസ്തലർ രണ്ടാമത്തെ കാര്യം മുമ്പ് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 27 ഇതിൽ പറയുന്നത് വെച്ചാൽ, അപ്പം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 20 ഇറ്റ്സ് ഓൾറെഡി സെറ്റ്, വി ആർ അനോയിന്റഡ് ഫ്രം ദ ഹോളി വൺ. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 27 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം പറഞ്ഞു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം, യേശു ക്രിസ്തുവിനാൽ നമുക്ക് കിട്ടിയ അഭിഷേകം, യേശു ക്രിസ്തുവിൻ തിരക്തത്താൽ വീണ്ടെടുപ്പിനാൽ നമ്മൾ ദൈവമക്കളായി തീർന്നപ്പോൾ നമുക്ക് കിട്ടിയ അഭിഷേകം. That anointing not from the world. That is not the world anointing. This anointing directly from the God. This is by the power of the Holy Spirit. This anointing, each one of you are receiving this anointing. Praise the Lord. When the time of your baptism and born again. Praise the Lord. The moment when you accept that Jesus Christ is the Lord and Savior, that time you have received this anointing. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ സമയത്ത് ഈ കർത്താവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. അവനാൽ പ്രാപിച്ച അഭിഷേകം, രക്ഷയിലേക്ക് വന്നപ്പം കിട്ടിയ അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം, യേശു ക്രിസ്തുവിനെ രക്ഷയനായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അഭിഷേകം, ആ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് നമ്മളെ നിക്ഷേപിച്ച അഭിഷേകം നമ്മളിലേക്ക്. അതാണ് അപ്പോസ്തല പ്രവർത്തിയിൽ നമുക്കറിയാം. അപ്പോസ്തലർ 2-ാം അധ്യായം മറിക്കൂടെ അറിയാം. ഇഫ് യു റീഡ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2, ഈ അഭിഷേകം യേശു ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം, ഈ മാളയുമുറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 520 ശിഷ്യന്മാരിലേക്കും യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാർ ഉൾപ്പെടെ ആ കൂടിയിരുന്ന എല്ലാവരിലേക്കും ഒരേപോലെ, ഒരു വ്യത്യാസമില്ല, ഈ അഭിഷേകത്തിന്റെ കാറ്റ് അവരിലേക്ക് വന്നു. ഈ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവര് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അഭിഷേകം നമുക്ക് പുതിയ ഡോറുകൾ തുറന്നു വരും. അഭിഷേകം നമുക്ക് വാതിലുകൾ തുറന്നു വരും. അഭിഷേകം നമുക്ക് അന്ധകാര ശക്തി വെച്ചിരിക്കുന്ന ഓരോ കോട്ടകളും തകരും. നമ്മുടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന അനുഗ്രഹം, അന്ധകാര ശക്തി ലോക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും അഭിഷേകത്തിൽ. വി ഹാവ് ടു വർഷിപ്പ് ഇൻ പ്രൈസ് ആൻഡ് സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. വി ഹാവ് ടു വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. അതാണ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവിന് താങ്ക്സ് ഗിവിംഗ് പറയണം, കർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര നാൾ നമ്മൾ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയണം. ദൈവം നമ്മൾ നാളെയും വഴി നടത്തും, ഇന്നും വഴി നടത്തും, നാളെയും വഴി നടത്തും, മറ്റന്നാളും വഴി നടത്തും. ഇന്നലെ എനിക്ക് റിവ്യൂവൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ കൃപ തന്ന ദൈവം നാളെയും ഇന്നും നാളെയും എനിക്കതിനുള്ള കൃപ തരും. കാരണം നമ്മൾ ആയിരിക്കുന്ന കർത്താവിന്റെ കൃപയിലെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, യന്ത്രായ ശക്തിയുടെ പ്രവർത്തനം തകർക്കാനായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം ഉപയോഗിക്കണം. നമ്മൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിയെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയിൽ നിന്നുകൊണ്ട്
അന്ധകാര ശക്തിയിൽ കർത്താവ് തന്ന അധികാരം ഉപയോഗിച്ച് അന്ധകാര ശക്തി നമ്മൾ തകർത്ത് തുരകളണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അംഗീകരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചറിയലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 91 വേഴ്സ് 10 ഇതിൽ പറയുന്നത്, there shall not evil before you. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുക, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. നമ്മൾ പറയണം, വാഗൊണ്ട് ദൈവവചനം ഡിക്ലെയർ ചെയ്യണം. എത്രമാത്രം നമുക്ക് അന്ധകാഴ്ച നമ്മളെ തകർക്കാൻ ശ്രമിച്ചു, എത്രമാത്രം അസ്വസ്ഥ ബുദ്ധിമുട്ടാൻ ശ്രമിക്കുക. നിങ്ങൾ മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്തു, നിങ്ങൾ പറയണം ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടയ്ക്കുന്നത്. ഇതെല്ലാം ഞാൻ പുറത്തു വരും. ഞാനൊരു കാര്യം ഓർക്കുന്നത്, ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുന്നത് അപ്പം ഞാൻ 2013 രക്ഷയുടെ സ്ഥാനം എല്ലാവർക്കും അറിയാം. 2013 രക്ഷയുടെ സ്ഥാനപ്പെട്ട അതെല്ലാവർക്കും തന്നെ അറിയാം. ഹല്ലേലൂയ. രാജേഷ് ചങ്ങനാശ്ശേരി, ഗോഡ് ബ്ലസ് യു. ടോമിൻ ആൻഡ് ബെക്സി, ഡാനിയല, ഗോഡ് ബ്ലസ് യു. ഓക്കെ, അപ്പം എല്ലാവരും ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. ഓക്കെ, പ്ലീസ് ഷെയർ ദിസ് ക്ലാസ്. 2013 രക്ഷയുടെ സ്ഥാനപ്പെടും. അപ്പം നമുക്കറിയാം, ഞാൻ എപ്പോൾ രക്ഷയുടെ സ്ഥാനപ്പെട്ട ആ സമയത്ത് തൊട്ട് എവിടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന അവിടെ എല്ലാം ഈ അന്ധകാര ശക്തികൾ കൂട്ടമായിട്ടൊന്നും എന്നെ ആക്രമിക്കാനായിട്ട് ചെയ്തോ. ആദ്യമൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് അന്ധകാര ശക്തികളുടെ ആക്രമണമാണ്. ഇപ്പൊ ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയായിട്ട്, സമൂഹം വഴിയായിട്ട് എല്ലാം ആക്രമിക്കാനായിട്ട് വരും. ഇപ്പം സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകണി ആൾക്കാരെ വിട്ടിട്ട്, എനിക്കെതിരെയുള്ള ശത്രുക്കൾ വന്നിട്ട് എന്റെ നമ്പർ എടുത്തിട്ട് അത് നോട്ട് ചെയ്തിട്ട് ചർച്ചിൽ ആൾക്കാരെ വിട്ടിട്ട്, പേഴ്സണലായിട്ട് വിട്ടിട്ട് അവരെ ചർച്ചിൽ മെമ്പേഴ്സ് സ്പ്ലിറ്റ് ചെയ്യും. ഇന്ന് അവരൊക്കെ ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ട്? ഒരു കുഴപ്പം. പ്രൈസ് ലോർഡ്. കാര്യം ഇന്നും കർത്താവിന്റെ ആ സത്യസുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. അതാണ് നമുക്ക് കർത്താവിന് വചനം പറഞ്ഞത്, നമുക്കെതിരായിട്ട് തന്ന ഒരു ആയുധവും വലിക്കത്തില്ല. പ്രൈസ് ലോർഡ്. കാര്യം ഒരു ഭാഗത്ത് നമ്മൾ ഒരായിട്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 2013 രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഞാൻ ഇത് താമസിക്കുന്ന പേഴ്സണൽ സിറ്റിയിൽ അവിടെ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. അത് കുറെ പേര് സ്നാനപ്പെട്ട ഒരാളുടെ പേര് പറയണ്ടായിരുന്നു, ക്രിസ് എന്ന് പറഞ്ഞ ഒരാൾ. പ്രൈസ് ലോർഡ്. അദ്ദേഹം മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്തു. പേഴ്സണൽ NHS ഹോസ്പിറ്റലിൽ മെഡിക്കൽ സയൻസും അദ്ദേഹം മരിച്ചു പോകുന്നു, ഇനി ജീവിക്കത്തില്ല. ഒരു മാസം അവിടെ വീട്ടുകാരും പറഞ്ഞ് അദ്ദേഹം മരിച്ചു പോകുന്നു, ഏകദേശം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം കയ്യും മേലും മൊത്തം നീര്. ഫൈനൽ എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കാനായിട്ട് മോർഫിൻ സ്റ്റാർട്ട് ചെയ്യും. മോർഫിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സയൻസിലുള്ളവർക്ക് അറിയാം, മരിക്കുന്ന സമയത്തുള്ള മോർഫിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ലോർഡ്, അപ്പം ഞാൻ അവിടെ ചെന്നു, ബൈബിളുമായിട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ. ഞാനാണ് കർത്താവിന്റെ കൃപയാലെ എനിക്ക് കർത്താവ് എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ടും ബൈബിൾ കൊടുക്കുവാനായിട്ടും കർത്താവിന്റെ വചനം പഠിപ്പിക്കാനായിട്ട് എന്നെ അവിടെ കർത്താവ് അപ്പോയിന്റ് ചെയ്യും. ഈസ് നോട്ട് മലയാളി, ഈസ് ഫ്രം UK. പ്രൈസ് ബോർഡ്. അപ്പൊ എന്ന് കഴിഞ്ഞാല് അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ രൂപം ഭാവം കിട്ടുന്നപ്പോ എനിക്ക് മിണ്ടാനും പറ്റത്തില്ല. ജസ്റ്റ് എന്തെങ്കിലും പറയും, ഇത് വെള്ളം എല്ലാം കുടിക്കാൻ, വേറെ ഒന്നും ഇളക്കാനായിട്ട് പറ്റത്തില്ല. മേല് മൊത്തം വല്ലാണ്ട് നീര് വന്നിട്ട് ഭയങ്കര ഏറ്റുകയക്കാൻ വരും പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ മനസ്സിൽ ഉള്ളി അന്തരീക്ഷത്തിൽ പറഞ്ഞു, ഇത് പെട്ടെന്ന് മരിച്ചു പോവില്ലോ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആ സമയം. അപ്പൊ ആ ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് അപ്പൊ ആ സമയത്തെ അന്ധകാര ശക്തി എന്നോട് ഒരു ശവപ്പെട്ടി കാണിച്ചു. നീ പാസ്റ്റ് അല്ലേ, നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും, അതാള് മരിച്ചു പോകും ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പൊ ഞാനത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. മരിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞ, ജീവനോട് ഇരുന്ന് കർത്താവിനെ പ്രഘോഷിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നത്. വചനം ഡിക്ലെയർ ചെയ്തവൻ, വചനം ഡിക്ലെയർ ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തെ എണ്ണ ഉണ്ടായിരുന്നു, എണ്ണ തേച്ച് അദ്ദേഹത്തെ എണ്ണ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസിലോ. അസുഖമുള്ള ആൾക്കാരെ ഓയിൽ പറയുന്നു. പ്രൈസിലോ. ഹല്ലേലൂയ. അപ്ലൈ ചെയ്ത് ഓയിൽ. അപ്പം നമ്മള് എണ്ണ തേച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം വരും. പ്രൈസ് ലോർഡ്. അല്ലെ, അതൊക്കെ ബൈബിളിനകത്ത് പറയുന്നു. അപ്പൊ നമ്മൾ ബൈബിൾ അതുപോലെ ഞാൻ എണ്ണ കൊണ്ടുപോയി എണ്ണ തേച്ച് അദ്ദേഹത്തിന് എണ്ണ അപ്ലൈ ചെയ്തിട്ട്, ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ ക്യാൻസൽ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ. എനിക്ക് തന്നെ അപ്പൊ എനിക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നി. കാരണം വെച്ചാൽ അത്ഭുതമാണ്, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. കേസല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അന്ന് പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഡിക്ലെയർ ചെയ്യിച്ചു. അദ്ദേഹത്തിന്റെ അത് യേശുക്രിസ്തുവിന്റെ നാമം പ്രഘോഷിക്കുന്ന ഡിക്ലെയർ ചെയ്യിച്ചു. കേസല്ലോ. അദ്ദേഹവും അങ്ങനെ പ്രാർത്ഥിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണ്. അത് എനിക്കൊരു വേറെ ബൈബിൾ, ആ ബൈബിൾ അദ്ദേഹത്തിന് കൊടുത്തു. യു സ്റ്റാർട്ട് ടു റീഡ് ദിസ് ബൈബിൾ, യു വിൽ കം ബാക്ക്. യു ആർ നോട്ട് ഗോയിങ് ടു ഡൈ, യു വിൽ കം ബാക്ക് ടു ദ ലൈഫ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മരണത്തിൽ നിന്ന് മരിക്കത്തില്ല, ജീവനിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകും. നിങ്ങൾ ജീവനിലേക്ക് തിരിച്ചു വരും, നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പ്രഘോഷിക്കുമെന്ന് പറയും. അത് കഴിഞ്ഞ് എന്റെ ഒരേ ബൈബിൾ കൊടുത്തിയാണ്.
ആ ബൈബിൾ കൊടുത്തു. ബൈബിൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേറെ ബൈബിൾ വാങ്ങി. പ്രൈസലോ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു മാസം പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ല, അങ്ങോട്ട് പോയില്ല. ഒരു മാസം കഴിഞ്ഞ് ആരും അങ്ങോട്ട് പ്രവേശനമില്ല, വീട്ടുകാർ മാത്രമേ അങ്ങോട്ട് പോകാനോട് വരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആ സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വചനം ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ച് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ച് വചനം പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മോർഫിൻ ഡിസ്കണക്ട് ചെയ്തു. നീരുകളെല്ലാം കുറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഏറ്റിരുന്നു. പിന്നെ അത് ഏറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പൊ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയി. ഈ സ്റ്റിൽ അലൈവ് ആൻഡ് വർഷിപ്പിംഗ് ഗോഡ്. മെഡിക്കൽ സയൻസ് പറഞ്ഞു മരിച്ചു പോകുന്നു പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു മരിച്ചു പോകുന്നു പറഞ്ഞു. പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ എല്ലാവരെയും അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നോ മാറ്റർ വാട്ട് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വാട്ട് എവർ യു ആർ ഫേസിംഗ് ഇൻ യുവർ ലൈഫ്, use in the name of Jesus Christ. Use the name of Jesus Christ and declare all the satanic work in the name of Jesus Christ and I cast out, praise the Lord, from you. Our God can do the miracle. അതാണ് യേശു ക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ച്, വചനം ഉപയോഗിച്ച് നമ്മൾ അന്ധകാര ശക്തിയെ നമ്മൾ പുറത്താക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്താക്കുമ്പോൾ പറ്റത്തുള്ളൂ. നോ എക്സ്ക്യൂസ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് അത് നോ ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല. നമ്മളത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഇന്നല്ലേ നാളെ അതിന് റിസൾട്ട് വരിക തന്നെ ചെയ്യും എന്ന് വിചാരിച്ച് ഒരു 2 ദിവസം 1 മാസം പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പുറോട്ട് പിന്നെയും പോയി കടന്നുറങ്ങരുത്. വേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കഴിവുമാരെ പോലെ കുറിച്ച് വരണം. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കണം. വീണ്ടും ബൈബിൾ വായിക്കണം. വീണ്ടും കർത്താവിന് സ്തോത്രം കൊടുക്കണം. വീണ്ടും നമുക്ക് കാഴ്ച പ്രവർത്തനത്തെ ദിവസം ബ്രേക്ക് ചെയ്യണം. ഓരോ മിനിറ്റും ബ്രേക്ക് ചെയ്യണം. തകർന്ന് വിറക്കണം. പ്രൈസ് ഒരു വിരോധമായി നടക്കുന്ന ഒരായുധം നടക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമായിട്ട് ഒരായുധം നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറപ്പ് പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വിരോധമായി നടക്കുന്ന ഒരായുധവും നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവ മക്കൾക്ക് ഒന്നും നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരേ ഒരു കർത്താവിന്റെ പ്രാർത്ഥിച്ച് നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ, ഏത് സമയം ദൈവത്തിന്റെ പ്രസൻസ് നമ്മളോട്, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ദുഷ്ടന് തൊടാൻ പറ്റും. അതാണ് ജോബിന്റെ പുസ്തകം വായിക്കാൻ അറിയാം. പിശാചിന് ഒരേ ഒരു കംപ്ലൈന്റ് കർത്താവിനുള്ളത്. എന്താന്ന് വെച്ചാൽ, നീ ജോബിന് ചുറ്റും വേര് കെട്ടി സംരക്ഷിക്കുകയല്ലാതെ. കാരണം കർത്താവിനോടൊപ്പം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ കൃപയാൽ നടക്കുന്ന ഒരു ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം കൂടെ ഇവിടെ വായിക്കണം. എന്തായാലും തൊടാൻ പറ്റത്തില്ല. അവർ പരമാവധി ആയുധങ്ങളുണ്ടാവും. അവര് തന്നെ ക്ഷീണിച്ചറിയും. അവര് തന്നെ തമ്മിൽ തല്ലും. പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് എന്തെങ്കിലും അസുഖ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് തന്നെ ഇല്ലാതാവും. ദൈവമക്കൾക്കൊന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് വേലി കെട്ടി നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ വശത്ത് 1000 പേരും നമ്മുടെ വലതുവശത്ത് 10,000 പേരും വീണാലും ഇതൊന്നും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. യുവർ സൈഡ് ആൻഡ് യുവർ റൈറ്റ് സൈഡ്, thousands or 10,000 they will fall and they will get die, but it will never come near to you because you are anointed from the Holy One. Praise the Lord, hallelujah. You are sanctified and redeemed by the blood of Jesus Christ. Praise the Lord. You are seated in the heavenly places with Jesus Christ. Praise the Lord. You are getting the protection from the Lord by the blood of Jesus Christ. Our God will appoint his heavenly angels to get the protection for you wherever you walk. Praise the Lord, hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് ഇത്രമാത്രം ഒരു ശക്തനായ ദൈവത്തെ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരനർത്ഥം നമുക്ക് വരത്തില്ല. സാം ചാപ്റ്റർ 91 വേഴ്സസ് 10, സങ്കീർത്തന പുസ്തകം 91 സങ്കീർത്തനം 10 വാക്യം പറയുന്നത് എന്താ വെച്ചാൽ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസയില്ലാത്ത ആൾക്കാരാണെങ്കിൽ പരമാവധി സോളിസിറ്റർമാരെല്ലാം തകർത്ത് വീട്ടുകാർ നാട്ടിൽ എല്ലാവരും കൂടെ കൂടി തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവര് തന്നെ എട്ടറി വീഴും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മോട് ഏറ്റുമുട്ടറി എട്ടറി വീഴും. നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ മേളും തകരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം കർത്താവിലെ വിളിച്ചപേക്ഷിക്കുന്ന ആ നീതിമാന് വേണ്ടി കർത്താവ് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മൾ തീ കൂടെ നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നാൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. തീ കൂടെ നടന്നു കഴിഞ്ഞാൽ, വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അത് ഓവർഫ്ലോ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജയിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചില തീ കൂടെ നടന്നാൽ എന്ത് പോകത്തില്ല. കാരണം വെച്ചാൽ അവിടുന്ന് വിജയം നൽകുന്ന യോദ്ധാവാണ്. കാരണം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ തകരത്തില്ല. നമ്മൾ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരനർത്ഥം നിങ്ങളുടെ വരാത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ പകയ്ക്കുന്നവർ തന്നെ അവരില്ലാതാകും. നമുക്കൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ സർവശക്തനായ our God is a mighty and powerful and mighty God. Praise the Lord, hallelujah. No one can defeat our God. Our God is almighty. Hallelujah. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് പറഞ്ഞാല്
അപ്പം അതാണ് സംഗീത പുസ്തകം 11 അധ്യായം 91 വാക്ക്, നിങ്ങളുടെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം രണ്ടാമത്തെ കാര്യം അതാണ്, ഫൈറ്റ് വിത്ത് പ്രയർ. നമ്മളത് അന്താരാഷ്ട്രത്തെ തീർക്കാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഹൗ യു ക്യാൻ ഡിഫീറ്റ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. സെക്കൻഡ് തിങ്, ഫൈറ്റ് വിത്ത് പ്രയർ. പ്രൈസ് ലോർഡ്, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമ്മൾ പോരാടണം. പ്രാർത്ഥന അന്തകാശിച്ച പ്രവർത്തനം തകർക്കണം. ദുഷ്ടാത്മ കൊട്ടകൾ തീർക്കണം. അന്യഭാഷകൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ബുക്ക് ജെയിംസ് ചാപ്റ്റർ 5 15:6-16 എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം ഇതൊന്ന് വായിക്കാനായിട്ടായിരിക്കുന്നു. ബുക്ക് ജെയിംസ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-16 പറയുന്നത്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയിൽ പോരാടണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. വാക്തത്വങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ്സ് കർത്താവ് നമുക്കെതിരെ ആര് കൈ വന്ന് ഒരു ഒന്നും അറിയത്തില്ല, ഒരു ചുഖം അറിയത്തില്ല. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാല് കർത്താവിന്റെ ശക്തമായ കരം നമ്മുടെ ഒപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇത് പറഞ്ഞാല് ബുക്ക് ജെയിംസ് ചാപ്റ്റർ 5:16 പറഞ്ഞ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനും വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോർഡ്. ഇത് നമ്മൾ ഇതിലേക്ക് വരണം, ഈ തിരിച്ചറിലേക്ക് വരണം. വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോർഡ്. നമ്മളാണ് വിശുദ്ധന്മാര്, അല്ലാതെ ഈ കൊത്തു വിഗ്രഹങ്ങളല്ല. കല്ലുകൊണ്ടും തടി കൊണ്ടും മണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല വിശുദ്ധരെ. നൂറ്റാണ്ടുകൾക്ക് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മരിച്ചു മാറ്റപ്പെട്ട അവരല്ല വിഗ്രഹങ്ങള്. അവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ്, വി ആർ ദ സെയിൻസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്. അപ്പം നീതിമാന്റെ സൃഷ്ടിയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോർഡ്. വി ആർ ദ ഹോളി പേഴ്സൺ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹോളി, സോ ദാറ്റ് വി ആർ ഓൾസോ ഹോളി ഇൻ ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ എഫോർട്ടിൽ യേശു ക്രിസ്തു ഇല്ലാതെ പിന്നെ പരിശുദ്ധമാകാൻ പറ്റത്തില്ല. നമ്മൾ യേശു ക്രിസ്തുവിലാ നമുക്ക് പരിശുദ്ധി കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, നമ്മൾ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന് നമ്മുടെ പാവങ്ങളെ കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ കർത്താവിന്റെ ഹോളിനെസ് നമ്മളിലേക്ക് വരുന്നത്. വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ബുദ്ധിമുട്ട് ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ട കാര്യമില്ല. നമ്മളൊക്കെ വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന അത് വളരെ പ്രതിഫലമുണ്ട് സ്വർഗരാജ്യത്തില്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിലും പ്രതിഫലമുണ്ട്. നമ്മുടെ ധൈര്യം, തൂക്കുകാരെ കേട്ടാൻ വിചാരിച്ച് എന്തിനും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവൻ നെത്തി കിരീടം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം നെത്തി കിരീടത്തിന് വേണ്ടി ഓടുന്നത്. ഒരു നാളും മരിക്കും. പക്ഷേ കർത്താവ് നമുക്ക് ദീർഘായുസ്സ് കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോൾ ദൈവത്തോടൊപ്പം നിൽക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. പിന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഒന്നാമത്തെ കാര്യം, നമ്മൾ അന്താരാജ്യത്തിലെ തകർക്കണമെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഫൈറ്റ് വിത്ത് ഗോഡ്സ് വേർഡ്. കർത്താവിന്റെ വചനത്തെ ഉപയോഗിച്ച് നമ്മൾ അന്താരാജ്യത്തെ പ്രാർത്ഥിച്ച് പരാജയപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഫൈറ്റ് വിത്ത് പ്രയർ. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. മൂന്നാമത്തെ, നമ്മൾ ഫൈറ്റ് ഡ്രസ് ഇൻ ആർമർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ എന്ന് വെച്ചാൽ ആ സംരക്ഷണ കവചം നമ്മൾ ഉപയോഗിക്കണം. അതാണ് എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ ആ കർത്താവിൽ തന്നിരിക്കുന്ന കവചം നമ്മൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്, അല്ലെ. എഫെസ്യർ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ബുക്ക് ഓഫ് എഫെസിയൻസ് ചാപ്റ്റർ 6:10-12. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മൾ കർത്താവിന്റെ വചനം ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ സത്യം കേട്ടിയും നീതി എന്ന കവചം ധരിക്കും, സമാധാന സുവിശേഷമായ ഒരിക്കലും കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പളയൊക്കെയും എടുക്കുവാൻ തക്കമായ വിശ്വാസം എന്ന പരിചയം എടുക്കുവാൻ. ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 11:1. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. നമുക്ക് വിശ്വാസം കുറവാണെങ്കിൽ നമ്മൾ വചനം കേൾക്കണം. വചനം കേൾക്കുന്ന വഴിയായിട്ട് ദൈവവചനം വിശ്വാസം കേൾവിയാൽ വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ വിശ്വാസത്തിലേക്ക് വളരണമെങ്കിൽ വചനം കേൾക്കണം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത്. മറ്റുള്ളവരെ താർക്കാൻ ശ്രമിക്കരുത്. സോഷ്യൽ മീഡിയ അപവാദം പറയാൻ നടക്കരുത്. അതിന്റെ പകരമായിട്ട് ഒരു 10 ബൈബിൾവാക്യം പഠിച്ച് കർത്താവിന്റെ വചനം പറയണം. കർത്താവ് നമ്മളെ ഉയർത്തും. നീതിമാനെ കർത്താവ് സംരക്ഷിക്കും. നമ്മൾ എത്ര വീണ് കഴിഞ്ഞാലും വീണ്ടും കർത്താവ് നമ്മളെ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം
അപ്പൊ നമ്മൾ ഇന്ന് വചനം പറയണം. പ്രൈസിലോട്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഫൈറ്റ് വിത്ത് പ്രൈസ്. കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുക്കണം. അപ്പോസ്തലപ്രവൃത്തി 16 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സസ് 25 and 26. ഐ വുഡ് ലൈക്ക് ടു റീഡ് ദാറ്റ് വൺ. അതാണ് ഫൈറ്റ് വിത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പ്. പ്രൈസിലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി അതിലെ 16 ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസും സീലാസും കൂടി പ്രൈസിലോ എത്ര ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കാരായത്തിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ എന്ത് സംഭവിച്ചു? ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സസ് 24 and 25. അപ്പോസ്തലപ്രവൃത്തി 16 24, 25 വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയിൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിയിട്ട് പൂട്ടി. പൗലോസും സീലാസിന്റെയും പ്രൈസിലോട്ട്. അതിന് മുമ്പായിട്ട് 21 വാക്യം പറയുന്നു, when you are reading verses 23, ഇതിൽ പറഞ്ഞ് അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരായ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. വേഴ്സസ് 25 ഇതിൽ പറഞ്ഞാൽ അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. Praise and worship. Praise the Lord. Hallelujah. Gave thanks and praise to the Lord. In your difficult situations, when you are facing the difficult situation, when you are facing the loneliness, when you are having that one, if you are sick today, praise the Lord. If you don't have job today, if you don't have visa today, praise the Lord. Hallelujah. If you don't have anything today, if people are not supporting you, maybe your family members, brothers or sisters, what you have to do it, you have to raise up your hand and give the thanks and praise to the Lord. Praise it. ദൈവത്തിന് നന്ദി പറയണം. ഇത്രയും നാൾ നമ്മളെ സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറയണം. ഇത്രയും നാൾ നമ്മളെ കാത്ത് പരിപാലിച്ച ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ഇന്നലെ നമ്മളെ സംരക്ഷിച്ച ആ ദൈവം നാളെയും സംരക്ഷിക്കും. ഈ ദൈവം മറ്റന്നാൾ നമ്മളെ സംരക്ഷിക്കും. ഈ ദൈവം എല്ലാ ദിവസവും എന്നെ കാപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സിംഹക്കൊട്ടിക ഇരകെട്ടാതെ അലയും. കർത്താവിനെ ആശ്രയിക്കുന്നവർക്കോ ഒന്നിനും ഒരു കുറവ് ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം ശക്തമായ വചനമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം കയ്യിലെടുത്ത് ഒരാളും ഇന്ന് അവരെ ലജ്ജിക്കാൻ കർത്താവ് ഇടവരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസും സീലാസും അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന അന്തകാഴ്ചയ്ക്ക് കുലുങ്ങി. വാതിൽ ഒക്കെയും തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 verse 24 Bible says, having received such a charge, cast them into the inner prison. I made their feet that one fast in the stocks. Praise the Lord. But about midnight Paul and Silas were praying and singing hymns unto God, and the prisoners were listening to them. And suddenly there was a great earthquake, so that the foundation of the prison house were shaken. Praise the Lord. And immediately all the doors were opened and everyone's bands were loosed. Praise. അതാണ് പറയുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചങ്ങലകൾ അഴിയും. കർത്താവിനെ പ്രൈസ് ചെയ്യുമ്പോൾ സാത്താനി കൊട്ട നിങ്ങൾക്കെതിരെ കെട്ടികൾ എഴിയും. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായിട്ട് നിങ്ങളെ മുന്നോട്ട് വിടാൻ പറ്റത്തില്ലാതെ തടഞ്ഞിരിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹം തടഞ്ഞിരിക്കുന്ന കോട്ടകൾ അൺലോക്ക് ചെയ്യും കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ റിലീസ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങും. നിങ്ങൾക്ക് വേണ്ടി ദൂതഗണങ്ങളെ അയക്കും. നിങ്ങൾക്ക് വേണ്ടി തടയപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് റിലീസ് ചെയ്യും ദൂതഗണങ്ങൾ വഴിയായിട്ട്. വി ഹാവ് ടു ഗിവ് ദ പ്രൈസ് ആൻഡ് താങ്ക്സ് ടു ദ ലോർഡ്. അപ്പോൾ ഇതാണ് കർത്താവിന് വചനം പറയുന്നത്. കർത്താവിന് വേണ്ടി നമ്മൾ താങ്ക്സ് ഗിവിംഗ് പൊട്ടിക്കണം. പ്രൈസ് കർത്താവിനെ നമ്മൾ ആരാധിക്കണം. ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അന്ധകാശത്തെ താർക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം, ഫൈറ്റ് ഇൻ കമ്മ്യൂണിറ്റി. അതാണ് നമുക്കറിയാം. നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയും പ്രാർത്ഥിക്കണം. കൂട്ടായ്മ നമുക്ക് വേണം. അപ്പോസ്തലപ്രവൃത്തി 12 നമുക്കറിയാം. പൗലോസും പത്രോസ് കരായത്തിൽ അടഞ്ഞപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശക്തിയാല് പത്രോസിനെ കെട്ടിയിരിക്കുന്ന ചങ്ങല പൊട്ടി അഴിച്ചു. ദൂതഗണം പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. അന്ധകാര ശക്തിയുടെ പ്രവർത്തനം തകർക്കാനായിട്ട് വേറൊരു കാര്യം, നമ്മൾ ഒരുമിച്ച് കമ്മ്യൂണിറ്റി ഇവിടെ ചർച്ചിൽ പോകണം. നമ്മൾ പ്രാർത്ഥിക്കണം. കൂട്ടായ്മ വേണം. കൂട്ടായ്മ ആചരിക്കണം. അന്യഭാഷ സ്തുതിക്കണം. കർത്താവ് ചെയ്ത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ സഭാ മധ്യ പറയണം. പറഞ്ഞ് കർത്താവിന് മഹത്വം കൊട്ടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ആറാമത്തെ കാര്യം, ഫൈറ്റ് ആസ് എ വിക്ടർ. ജെയിംസ് ചാപ്റ്റർ 4 verse 7. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടും. പ്രൈസ് ദി ലോർഡ്. Now you always you have to fight as like a victorious person. Praise the Lord. Because we have received the victory through Jesus Christ. Praise the Lord. Hallelujah. അതാണ് book of gospel John chapter 5 verse John chapter 5. And this Bible says, by believing that Jesus Christ is your Lord and Savior,
വി ആർ എ മോർ ദാൻ എ കോൺഗ്രർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതാണ് യേശു ക്രിസ്തുവിൽ നമ്മൾ ജയാളികളാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജയാളിയായിട്ട് ശക്തിയുടെ മുമ്പിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. പ്രൈസ് ലോർഡ്. അപ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ലോർഡ്. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ വചനം കേട്ട ഓരോ വ്യക്തിയോട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം കേട്ട ഓരോ വ്യക്തി കർത്താവ് ചർച്ച ശുശ്രൂഷ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭദൃഷ്ടിക്ക് വേണ്ടി ഇപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡ്രൈവ് ചെയ്ത് പോകണം. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ വചനം കർത്താവ് അന്തരായ ശക്തിയോടെ ഇന്ന് എന്നെ കേൾക്കുന്ന അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് കർത്താവ് ഇതെല്ലാം അന്തരായ ശക്തിയാണ്, അന്തരായ ശക്തിയുടെ പ്രവർത്തനമാണ്. കർത്താവ് യേശുവിന്റെ തിരത്ത് അവരുടെ മേൽ ഒഴിക്കുന്നു. ഷാജി പി പി, ഡാനിയൽ പാസ്, രാജ്ശ്രീ, ഷിനോ, ഫാമിലി, വിനീത് കുമാർ, രാജേഷ്, ചങ്ങനാശ്ശേരി, ടോമിൻ മാത്യു, ക്ലെയർ, ബെക്സി, റിജിത്ത and Richie Moore, Thomas, praise the Lord, hallelujah, Brian, praise the Lord, hallelujah. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വചനം ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗത്തിൽ കുടുംബ ജീവിതത്തിൽ വിസയുടെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കർത്താവ്, അതേപോലെ തന്നെ രോഗത്തിൽ കിടക്കുന്ന ആൾക്കാർ, വീൽ ചെയറിയുന്ന ആൾക്കാർ, യേശുവിന്റെ തിരത്ത് അവർ മേൽ ഒഴിക്കുന്ന ഡിക്ലെയർ the sprinkle of the blood of Jesus right now. I declare the healing right in the name of Jesus. Shatapatalati, Shandalakarati, Shantatapatalati, in the name of Jesus Christ. I declare the healing right now. In the name of Jesus Christ, I declare the deliverance right now. In the name of Jesus Christ, I declare the breakthrough right now. In the name of Jesus Christ, Shatapatalati, Shandalakarati, Shantatapatalati, Shatapatalati, യേശുവിന്റെ നാമത്തിൽ I declare the revival right now. I declare the breakthrough right now. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജ്ഞാനം കൊടുക്കുന്നു നന്ദി പറയുന്നു കർത്താവ്. പുതിയൊരു ജ്ഞാനം കൊടുക്കുന്നു നന്ദി പറയുന്നു. വചനത്തിന് വെളിപാട്ട് കൊടുക്കുന്നതിനോട് കർത്താവ് നന്ദി പറയുന്നു. ഷത്തപ്പത്തക്കലതി ഷകലപുരകൻ ഷത്തപ്പത്തെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ഓർ സൺഡേ സർവീസ് കർത്താവ് അനേകം നന്ദി. Those are supported by seed and prayer. I pray for them right now, Father. I pray for me. I pray for the people, those are supporting. In Jesus' name, I pray. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അനുഗ്രഹിക്കേണ്ട മെസ്സേജ് ആയിരുന്നു. എല്ലാവരും ഷെയർ ചെയ്യട്ടെ. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അനേകം ആൾക്കാർ അറിയുന്നത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.